ഉണ്ടാക്കൂല അവരെ അത് കുരു പൊട്ടിട്ട് अपने भाई को रखा था എനക്കൊക്കെ ചെലവുക മാത്രമേ ഉള്ളൂ. यही है मुझे लग रहा है जहाँ तक सबसे बड़ा विलन माइकल के दुश्मन वैसे यही लोग हैं. और कोई नहीं है अपने ही है बस വെറും വയറ്റിലെല്ലാം പോയത് അവിടെ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചു കാണും. अपनी बहू कितनी गाड़ी कौन आ गया वापस आ गई वही है नहीं उसकी बहन जिसने रात को फोन किया था. पता नहीं वही है कि कोई और है. शायद वही है. ക്ലിനിക്സ് വർക്ക്സ് ഒന്നും ഇല്ലേ? ആ കണ്ണട മാറ്റി നോക്ക്. ഇന്ന് ഞായറാഴ്ചയാണ് മോള് ചേച്ചി. ഞാനേ അമ്മച്ചിക്കുള്ള മരുന്നായിട്ട് വന്ന നിങ്ങളുടെ അവിടെ തിന്നാനൊന്നും ഇല്ലാതിട്ടാണ് ഇങ്ങോട്ട് തന്നെ. എന്തൊക്കെയായാലും മൈക്കിൾ എനിക്ക് തരണം മട്ടൻ ബിരിയാണി പോലെ ആവോ മോളിക്കുട്ടി? അതെന്ത് नहीं ചോദ്യാണ് ये बहुत होना है. कोई और है ये डॉक्टर है शायद. होम्योपैथिक डॉक्टर. अब ये इनकी फैमिली की वो है या फिर कोई बाहर की है. വരവത്ര പിടിച്ചിട്ടില്ല. എനിക്ക് എന്നെ പിടിച്ചിട്ടില്ല. പിന്നെ മോളി എന്താണെന്ന് പിന്നെ മടിയായി. കുക്കറെടുത്ത് ഇറച്ചി നല്ലോണം കഴുകി മസാലയൊക്കെ ഇട്ട് നല്ലോണം തിരുമി ഒരു 7-8 വിസിലടി. സൂസൻ എന്ത് പറയണ്? കഴിഞ്ഞ 10-20 വർഷമായിട്ടുള്ള അതേ കൺഫ്യൂഷൻ തന്നെ. കഷ്ടമുണ്ട് അവിടെ വരെ. ഒരു പരിധിയില്ലേ? എന്റെ അഭിപ്രായത്തില് ഇപ്പോഴെങ്കിലും സൂസൻ ഇത് വേണ്ടാന്ന് വെക്കാൻ പറ്റണം. നിങ്ങൾ സ്വയം തെരഞ്ഞെടുത്ത് തോളത്ത് വെച്ച മരക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ऐसा तो नहीं इसकी 2 बहनें हैं तो ये दूसरी बहन है. ऐसा तो नहीं है. हो सकता है जिसकी गर्लफ्रेंड है. എങ്ങനെയുണ്ട് സെറ്റപ്പ്? കുറച്ച് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? കുടുംബത്തിലെ ചില പേഴച്ച കളവന്മാർക്കാണെന്ന് മനസ്സിലായില്ല. കാറ്റിലും വിഴുങ്ങി വളയും വിട്ടിരുന്ന എല്ലാം ഇപ്പൊ എങ്ങനെ ഇനി കോട്ടയത്തേക്ക് പോകുന്നില്ല? വളേട്ടന്റെ ചിൽഡ് കൈ പിടിച്ചാ മതി. अच्छा ये यहाँ खोलने वाला कैफे ना. हाँ उसने बोला था ना. നീ ആരോട് വെച്ചിട്ട് എന്റെ അകത്ത് കയറിയത്? ये सोच रहे हैं इसका आया हुआ है बिल्डिंग. മൈക്കിളപ്പനോട് മാത്രം ആക്കണ്ട. നാട്ടുകാര് വണ്ടി കയറ്റിക്കൊന്ന് നിന്റെ വാപ്പയോടുമ്പോ ओ നീയൊന്നും ഇവിടെ ഒരു കോപ്പം തുടങ്ങാൻ പോകുന്നില്ല. മനസ്സിലായ? നീ ഇവനെ മണപ്പിച്ച് നടന്നോ? चले गए. अब माइकल के पास जाएंगे वो ये सारी बात बताएंगे. हीरो कद कोटा അല്ല കഥാപാത്രം ആവശ്യപ്പെടുവാണെങ്കിൽ लड़के वाला कॉस्ट्यूम तो बना दिया. अच्छा ये प्रोड्यूसर है. कितना बड़ा नशेड़ी बैंकर है. प्रोड्यूसर है यहाँ. हाँ इसी से कमाता है रुपए. सबको नौकर बना रखा इसने. जूते नहीं पहने यार उसे खुद से.
हीरो की बात लगा देगा। समझ के जरा अपने को और जैसे हीरो खुद ही होगा। लगे उसे ना उसे डांट लेगा। രതി പുഷ്പം എന്ത് ചെപ്പാടോ എവിടെ നേടി ഓടിയിരുന്നെ उसे पसंद नहीं आ रहा था उसे। अब से स्टैक ഇങ്ങനെ വന്നിട്ട് हैं? उसने कितना सही किया हुआ है। ये उसे कवाड़े कर रहा है। നല്ല ഉടുങ്ങി ആ है। लड़की बना दी उसे। തന്നെ ആരോട് ഡയറക്റ്റ് ആക്കി അത് കണ്ടു प्रोड्यूसर के सामने सब चुप है। उसका भाई आगे देखो। अब इससे बोलेगा वो। അവന്മാരവിടെ വന്നിട്ടുണ്ടായി. നമുക്ക് അടിച്ചു കിട്ടാൻ എല്ലാ ചാൻസും ഉണ്ട്. അല്ല മൈക്ക് ബാക്കപ്പ് हैं? कैसा ही आएंगे। इतनी मेहनत की है पैकअप। ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും പോള് കണ്ടായിരുന്നു അവൻ വന്ന് ചൊറിഞ്ഞിറങ്ങി എന്തെങ്കിലും അലമ്പുണ്ടായോ? ഇല്ലക്ക അമ്മയൊന്നും ചെയ്തില്ല. പോളാട്ടിനെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ വന്നേ. മോനെ അതല്ല, ഇവന്റെ സ്വഭാവം എനിക്ക് അറിയാൻ പാടില്ലേ? ബിസിനസ് പുള്ളളി इसका भी अपना बिजनेस है ना। अच्छा इसका भाई है ये छोटा। മട്ടാഞ്ചേരിയിലെ ഗോഡൗൺ എനിക്കുണ്ട്. നടത്തിയിരുന്നെന്ന് പറയാം, നടത്തി കുട്ടിച്ചോറാക്കിയെന്ന് പറയാം. सही बात है। ചേട്ടായി പറഞ്ഞ മര്യാദയുടെ കാര്യം, അതിന്റെ കണക്കൊക്കെ മണിസാറ് പറയും. ओ इसका अकाउंटेंट है। പീറ്ററും പോളും ചേർന്ന് നടത്തിയിട്ടുള്ള ബിസിനസ്സുകളിൽ കഴിഞ്ഞ 3 വർഷമായി കുടുംബത്തിനുണ്ടായിട്ടുള്ള നിങ്ങളായി ചോദിക്കുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല. എടോ എന്റെ അപ്പം പോലെ എന്നോട് ഇതുവരെ കണക്ക് ചോദിച്ചിട്ടുള്ളൂ, പിന്നെയാണോ താൻ? किसका रोस्ट कितना बदतमीज हो। അതൊക്കെ അറിയാമല്ലോ. അജാസ് ഒരെണ്ണത്തിൽ തുടങ്ങിയതാ, बता। അപ്പൊ 5 എണ്ണം ओ बैंक। ഗോഡൗണിന്റെ താക്കോൽ അവരെ ഏൽപ്പിച്ചു. अच्छा അതിൽ കുരു പൊട്ടിട്ട് इसलिए मुझे अपने भाई को रखा था। നിനക്കൊക്കെ ചെലവുക മാത്രമേ ഉള്ളൂ. കുടുംബത്തിന് വേണ്ടി കച്ചവടം ചെയ്യും. കേട്ടോ, एक्चुअली में तो वो सही सही उसे प्रॉफिट में ला रहा है जो भी कुछ कर रहे हो। इन्होंने तो नुकसान ही दिया बस। ചേട്ടായിക്ക് സൗകര്യപ്പെട്ട അവന്മാർക്കൊന്ന് ഗുണദോഷം പറഞ്ഞു കൊടുക്കും. अच्छे चाहिए वैसे ही है बस बर्बाद। ആരോടാണെങ്കിലും പറയും. അല്ല എനിക്ക് അറിയാൻ പാടില്ലാണ് ചോദിക്കണത്. അയാൾ മിണ്ടാൻ നേരം भड़का रहा अपने बाप को देख। തനി സ്വഭാവമാണ് അറിയും. ओ यहाँ आ गया। अब कैसे go चुप। अभी कैसे बन रहा था। ചെല്ലട 6, നിന്റെ അമ്മയുടെ 16. അപ്പം ജയനാണല്ലോ. കാണാത്ത നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു മൈക്കിളിനെ ഞാൻ കണ്ടു. अब बता रहा है कितना भयानक है माइकल है। अच्छा ചേട്ടായിയുടെ ശവമെടുപ്പ് കഴിഞ്ഞ് ആരോടും പറയാതെ അലിയെയും കൂട്ടി ഒറ്റ പോക്കായിരുന്നു കോച്ചേരി തറവാട്ടിലെ. ओ बैन। പണിയും കഴിഞ്ഞ് ചോരയെ കുളിച്ച് അപ്പന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന മൈക്കിളിനെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ ഉണ്ടോടാ മക്കളെ. अब हो गया दोनों चुप। लेकिन जरूर कुछ करेंगे ये। हिसाब से हरकतें हैं इनकी। മമ്മി ശരിക്കും പറഞ്ഞ മൈക്കിളൊപ്പം മമ്മി ഇട്ടേച്ചൊന്നുമല്ലേ? ഞാനല്ലോ മമ്മിക്ക് ഇട്ടേച്ചു പോയെന്നു. അന്ന് മൈക്കിളിന്റെ പെണ്ണും കൂടെ 500 വേണ്ടാന്ന് വെച്ചിട്ട്. അല്ലാണ്ട് പിന്നെ എന്ത് ചോദിച്ചാ പത്തായ അവിടെ ആ പടം കണ്ടോണ്ടിരിക്കുന്ന സാധനമില്ലേ?
സൂപ്പർ ടൈമിംഗ് ആണല്ലോ. पता नहीं उसकी बहन नहीं है यार, शायद शायद उससे पहले प्यार करती थी शायद. താത്തി എന്ത് സിനിമയാണ് ഈ കാണുന്നത്? മൈക്കിളപ്പെ പേടിച്ചിട്ട് കോളേജിൽ ആരും റാഗ് പോലും ചെയ്യുന്നില്ല. ഇനി തോക്കൂടെ കിട്ടിക്കഴിഞ്ഞ ഓക്കെ. അത് മൈക്കിളോടുള്ള സ്നേഹവും ബഹുമാനം കൊണ്ട്. कितनी खूबसूरत जगह ना. ഇതാക്കി റൗണ്ട് എത്തിക്കാം. इसका മത്തായി Husband ചേട്ടന് can't be- കുറ്റവാത്സല്യം കൂടി കണ്ണട നിയമം പഠിപ്പിക്കാൻ വിട്ട മകൻ കൊലയാളിയായിട്ട് വന്ന് നിന്നപ്പ ഗ്രേഹൻസിനോട് പറഞ്ഞത് ശരിയല്ല. അല്ലെങ്കിലും ആർക്കാണ് എന്നോട് സ്നേഹവും ബഹുമാനവും ഒക്കെ? सब उससे डरते हैं, उसको इससे प्यार नहीं करते. वो ये चाहता ना कि फैमिली मतलब टूटे ना और बनी रहे. कुछ गलत ना करे कोई, सब सही रास्ते पर चले. പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എവിടെ मुझे याद में आ गया. മൈക്കിളെ, ഡൽഹിയിലെ കാര്യങ്ങൾ ഇത്തിരി അലമ്പായിട്ടാണ് വരുന്നത്. അമ്മച്ചി ഉണ്ടായിരുന്നപ്പോൾ 4 മണിക്ക് വാരാപ്പുഴ മാർക്കറ്റിൽ നിന്ന് എന്ത് കോപ്പിലെ കാര്യം പറഞ്ഞാലും അമ്മച്ചി ഒന്നും നോക്കാതെ ഒപ്പിട്ട് കാര്യം നടത്തും. കുമ്പളങ്ങി കായൽ തിരുതി ഉണ്ടായിരുന്നിടത്തോളം കാലം ഒന്നും പേടിക്കാനുണ്ടായിരുന്നില്ല. തിരുത കറി വെച്ച് ഞാൻ അവർക്ക് സാൽമം വേണമെന്നാണ് പറയണത്. കൊച്ചി കായലിൽ എവിടുന്ന് കിട്ടാനാണ് സാൽമം? पार्टी लीडर की बात कर रहा शायद. കോളനികള് അഞ്ഞൂറ്റിയുടെ കുടുംബവകയായതുകൊണ്ട് മൈക്കിൾ എനിക്ക് വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയാല് ഒരു വാക്ക് ക്കാര് തിന്നേണ്ട തിരുത ഡൽഹിക്കാര് തിന്നല്ലാണ്ട് ഈ നാട്ടുകാർക്ക് തന്നെ കൊണ്ട് ഒരു ഗുണമുണ്ടായിട്ടില്ല. അത് വേറെ. ഈ അവസ്ഥയിൽ എന്നെ കൈയെഴുതി മൈക്കിളെ, എനിക്ക് വേറെ വഴിയില്ല. ജെയിംസേ, പണ്ടാര ഇപ്പൊ ഉത്തമന്മാരായാലും എങ്ങനെയെങ്കിലും കഞ്ഞി കുടിച്ച് കഴിയണമെന്ന് ഞങ്ങൾ കൊച്ചിക്കാർക്കാണ്. അതുകൊണ്ട് പടിയായിക്കോ. ये भी दुश्मन बन गया अब उसका. कितने सारे दुश्मन बनते जा रहे हैं क्योंकि आप इतने फैसले ले रहा ना. ये काम वाम कुछ किया नहीं उसने, बस अपने पार्टी लीडर्स को उन्हें तोहफे देता रहता था. वोट पाने के लिए. എന്റെ പൊന്നങ്ങളെ കയ്യിൽ നിന്ന് പോയിട്ട് ഇരിക്കണാണ്. ഞങ്ങളോട് ഇനി ഒരു ബിസിനസ് ചെയ്യണ്ടെന്നാണ് പറയുന്നത്. അയാൾക്ക് ഇപ്പൊ അവന്മാര് एक जगह के दी उसे, कह रहे हमारे पास कोई काम नहीं. मतलब പെറ്റ തള്ളക്കേ മനസ്സിലാവുള്ളൂ മക്കളുടെ ആദ്യം. ഇവരുടെ അപ്പനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? अभी बढ़ ये और आग लगा रहा है. നെല്ലിപ്പലൊക്കെ കണ്ടിരിക്കണേണ് അങ്ങളെ. നിങ്ങൾ ടെൻഷൻ ആവാണ്ടിരിക്കേ. प्लान बना रहे हैं कुछ. बिजनेस तो उनके पास थे बहुत सारे, फिर भी वो नहीं चला पाए और नुकसान कर दिया. वो ऐसे ही उड़ाते रहे ना पैसा, बचाया नहीं. शराब में, ड्रग्स में. और एक वो है, वो मूवी बनाता रहता है उसमें डुबाता रहो. പേരിൽ മാത്രമേ ഉള്ളൂ പ്രകാശം, മൊത്തം നഷ്ടത്തിൽ. ആരുടെങ്കിലും കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം മേടിക്കാന്ന് വെച്ചാല് 500 അച്ഛന്റെ വീട്ടിൽ പൂത്ത പേര് വിളിച്ച് പിന്നല്ലാണ്ട് മേടയിലൊക്കെ പോയല്ല. इसका भी चर्च बंद हो रहा है. അച്ഛന് പെണ്ണ് കേസുക്കാനും പിരിവിനും മാത്രം ജെയിംസിനെ മതിയല്ല. നമുക്കൊരാവശ്യം വന്നപ്പം അച്ഛൻ ബില്ലാത്ത സഹായിക്കോ? कहाँ कहाँ जा रहा है ये वोट पाने के लिए? അമ്മാരവിടെ കുരുമ്പൊളിഞ്ഞിരിക്കുന്നുണ്ട്. അതിനാർക്കാണ് കുരു പൊളിയാത്തത്? ചാല
ये भी भड़का रहा നമ്മളെ കൊണ്ട് കൂട്ടിയാ अब इसको കൂടൂല भड़का रहा ജെയിംസേ. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. പക്ഷെ കോച്ചേരിയിൽ കയറി പണിതപ്പോ മൂത്ത മകൻ മാധവന്റെ ഭാര്യ രമയ്ക്ക് 7 മാസം വയറ്റുണ്ടായിരുന്നു. കുഞ്ഞ് ജനിച്ചപ്പം അവനിവിടെ വളരാതിരിക്കാൻ വേണ്ടി രമ വൃക്ഷമായി എന്നാണ് കേൾക്കണത്. വിഷവൃഷ്ണം. വൃഷ്ണല്ലോ വൃക്ഷം. തനിക്ക് ഈ ഒരു ജ്വരം മാത്രമേ ഉള്ളൂ. पुराने दुश्मन को अब वापस ला रहा है ये രാജൻ മാധവൻ, राजन माधवन മൈക്കിളിന്റെ അന്തിക്രിസ്തു. ഇലക്ഷൻ എടുത്തോണ്ടുള്ള വരവായിരിക്കും അല്ലേ? ഇല്ല, നമ്മുടെ രണ്ടു കൂട്ടരെ ആവശ്യം ഒന്നായും തോന്നിയപ്പം വന്നതാണ്. माइकल को मरवाने चाह रहा है ये ഏറിയൊന്ന് പണിത മൊത്തത്തിൽ പൊളിഞ്ഞ് തവിട് പൊടിയാവും. ജെയിംസ്, മൂത്രം പോവാത്ത ഞാനും 30 കൊല്ലമായിട്ട് അഞ്ഞൂറ്റിക്കാരെ പണിയാൻ ബോംബെയിൽ ഒരു ബ്രഹ്മാസ്ത്ര സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അവനിങ്ങ ഇറക്ക്. ഇപ്പൊ कितना बड़ा है ये मतलब बहुत बड़ा है ये. അല്ലെങ്കിൽ അടുത്ത് വന്ന് പറ, മനുഷ്യന് കേക്കണ്ടേ? കാർത്യായനി, ബോംബെ രാജൻ. अच्छा इसका बेटा है राजन, इनका पोता. पोता. മനസ്സിലായി. देखो चल गया इसका सिक्का. अब है आगे क्या राजन इतनी जल्दी कैसे आ गया? पता नहीं राजन की कौन है. ये राजा ही होगा शायद राजन. तो इसके मन में है उनके खिलाफ नफरत ना, माइकल के खिलाफ. കൂടെ വന്നിരുന്ന് കഴിക്കും. എന്റെ മാധവൻ സ്വാദ് പോയിട്ടുണ്ടാവില്ല. ഓടി അച്ഛനും കൊച്ചച്ഛനും വേണ്ടി വീതി വെക്കും. അന്ന് പച്ചടി ആയാലും वहाँ क्यों आना होगा इसे? उन्होंने दोनों बुलाए. उनसे मिल गया ना. अबे इन्होंने नहीं बुलाया उसे. सारा प्लान कर रखा ना पहले से ही अरे वो जो कि माइकल को मारना है. वो जो एमएलए था वो उसने इन दोनों को अपने साथ लिया, प्रीस्ट को भी साथ ले लिया, फिर इसे बुला दिया. सब एक साथ मिल गए नहीं. अच्छा माइकल से मिलवाने लार्क. ये तो एक बहाना हुआ ना, प्लान बना रहे हैं मारने का उसे. കാലം സ്റ്റാർ ആകണ്ട. പിന്നെ നിന്നോടൊക്കെ ഞാൻ പച്ച മലയാളം. उसको पता नहीं है वो माइकल को ना इसके बारे में, ये कौन है याद में. बता दिया इसने बता दिया. ഇരുവപ്പിള്ളയുടെ കൊച്ചുമോനാണ്. അപ്പന്റെ പേര് എന്റെ പേര് ആ കേസ് ഞാൻ തീർപ്പാക്കിയതാണല്ല ബായ്. सब समझ गया. നിന്റെ പ്രതികാരത്തിന് ജയന്തി ചന്തയിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറ്റിവിട്ട പോലെയായിരുന്നു. ഞങ്ങളെ പറ്റി അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. പറ്റില്ലായിരിക്കും. പക്ഷെ അങ്കിളെ കുറിച്ച് എനിക്ക് എന്റെ അമ്മയുടെ വയറ്റ് വെച്ച് തന്നെ അറിയാം.
തന്നെ ബിസിനസ് ചെയ്യണമെന്നും എന്ത് ഷെയർ വേണം? क्यों बिजनेस की बात क्यों कर रहे? എവിടെ ബോംബേക്കാർ ജാവോ എന്ന് പറയണം. निकाल दिया उसने उन्हें. लाए भी ऐसे आदमी को ये पकड़ के जैसे पता नहीं चलेगा उसे. अरे किसी प्लान से हार के थे ना ये, इससे मकसद वो थोड़ा है बिजनेस करना. वही तो बोल रहा हूँ मैं. मकसद उसका वही होगा, बदला लेना. निकाला था वो. अगर बदला ही लेना था तो इन्हें दोनों से कुछ नहीं होगा. जिनके सारे तो आए यहाँ. It's absolutely fine, Vicky. We have more business to do. उसे वही मिला सिर्फ बिजनेस के लिए. वो तो इसको भी मार, इन दोनों को भी मार सकता है नहीं है बदले के चक्कर में. उसने देख लिया ऊपर से. उनको रखा है क्यों उसने घर पे नहीं अपने. ഒരു ചായ കുടിക്കും ഒന്ന് ഉഷാറാവട്ടെ. നിന്റെ കുടിച്ചു ये इसका सुपरमार्केट. അമിക ഒരു ചായ. എന്താണ് കുന്തോണിക്ക ബാക്കിയുള്ളവർ മണ്ടന്മാരാന്ന് വിചാരിച്ച റേച്ചിന്റെ കാര്യമാണ് ഈ പറയണത്. നമുക്ക് സംസാരിച്ച് ശരിയാക്കാം. ശരിയായില്ലെങ്കിൽ ഞാനും ഉമ്മിച്ചൊന്നും നിന്റെ കൂടെ ഉണ്ടാവില്ലട്ടാ. അള്ളാഹേ पता नहीं क्या है रिचल. रिचल से इतना